ഓ എന്റെ ഈ നാടിന്റെയും തല വരെ വരെ മാറുന്ന കേസ് വരില്ലെന്ന് ആര് കണ്ടു? എങ്ങോട്ടാ എന്തോ പഴക്കൊല മിസ്സിംഗ് ആണെന്ന് കേട്ടു. ഇതെങ്ങനെ സൂപ്പർ ഹിറ്റ് ആവോ അതോ മാറ്റിക്ക് തന്നെ ചുരുട്ടേണ്ടി വരൂ? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ? ഉറപ്പ് ഉറപ്പ്. ഒരു കംബാക്ക്, ഒരു പുതിയ നല്ലൊരു പടമാ. നമ്മുടെ മറ്റേ ഉടലിനൊക്കെ ശേഷം ഒരു തിയേറ്റർ വാച്ച് ഒരു പടം ഇതാ കാണാം. ഡീസന്റ് വാച്ചാ. മിന്നൽ മുരളിയൊക്കെ പോലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, ചെറിയ സെറ്റപ്പിലുള്ള നാട്ടുംപുറ ഡിറ്റക്റ്റീവിന്റെ കുറച്ച് കഥകളൊക്കെ വർക്കായോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈശ്വര, ഇതിൽ പര സന്തോഷമുള്ള ഒരു കാര്യം കേൾക്കാനില്ല. കൊള്ളാം, അങ്ങനെ അറിയാവുള്ളൂ. വലിയതായിട്ടൊന്നുമില്ല. ഒരു കംബാക്ക് എന്ന് പറയാനുണ്ടോ? അങ്ങനല്ല, ഒരു ആവറേജ് പടം. ചുമ്മാ നെഗറ്റീവ് അടിക്കാടാ. ടോട്ടലി എങ്ങനെയുണ്ട് ഒരു കംബാക്ക് എന്ന് പറയാനുണ്ടോ? ടോട്ടലി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അത് സർപ്രൈസ് ഒക്കെ ഉണ്ടോ? സർപ്രൈസ് ഒക്കെ ഉണ്ട്. 4 സർപ്രൈസ് ഉണ്ട്. ഇത്തവണ കേറുമെന്നാ തോന്നുന്നത്. പുതിയ നമ്മുടെ ക്യാരക്ടേഴ്സ് അമീൻ, നിഹാൽ അവരൊക്കെ എങ്ങനെയുണ്ട്? നൈസ് ആയിട്ടുണ്ട്. അതങ്ങ് കേട്ടാ മതി. ക്ലൈമാക്സ് ആണ്. ടൈലന്റിൽ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ? ഉണ്ട്. ഐ നോ യുവർ സർപ്രൈസ്. ഇതൊക്കെ ചെറുത്, ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ശോഭ കാണാതിരിക്കുന്നു. കൊടുത്തൊരു ഹൈപ്പിനുള്ളൊരു അതുണ്ട്. നല്ല പടമാണ്. കോമഡി ഒക്കെ വർക്ക് ആയിട്ടുണ്ടോ? കോമഡി ഉണ്ട്. വർക്കായിട്ട് പുതിയ നമ്മുടെ പടത്തിന്റെ കാര്യം എന്നായി വേണ്ടു സാറേ? അയ്യോ പടം കിട്ട ഇറങ്ങും മുമ്പേ കിട്ട, അതുറപ്പാ. അടിപൊളി പടമായിരുന്നു. നല്ല നല്ല കഥയും നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടു. ഇത് കലക്കും. ഡാൻസ് വിന്യാസനൊക്കെ എങ്ങനെയുണ്ട്? ഡാൻസിനൊക്കെ അടിപൊളി തന്നെ. സന്തോഷമുണ്ട്. എന്തോ അദ്ദേഹത്തിന്റെ പടങ്ങൾ കുറെ പൊട്ടി ഇതായാലും വന്നതല്ലേ, തിരിച്ചു വന്നല്ലോ. കംബാക്ക് പടമായിരിക്കും. കംബാക്ക് തന്നെ. ഈ വാക്ക് കേട്ടാ മതി. അമീൻ, നിഹാൽ എന്നൊക്കെ പറഞ്ഞ പുതിയ അവരൊക്കെ അവിടെ പണ്ട് നമുക്ക് അറിയാം, നമ്മള് വീഡിയോ ഒക്കെ ഇൻസ്റ്റയിലെല്ലാം വീഡിയോ കാണുന്നതാണ്. അവരെ പ്രകടനം ഹാപ്പിയാണ്. ഇതൊരു തുടക്കം മാത്രം. ചേട്ടാ കൊള്ളാം, നല്ല പടം. കൊള്ളാം. ഇതിൽ ഡിഫറെന്റ് ആയിട്ടുണ്ട്. പുള്ളിയുടെ അപ്പത്തേക്കാളും കുറച്ചുകൂടി ഒരു സീരിയസ് ടൈപ്പ്, ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ. ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ. ഇഷ്ടപ്പെട്ടു. ധ്യാന്റെ എല്ലാ പടങ്ങളിലേക്കാളും നല്ലതായിരുന്നു. മുമ്പ് വന്നിരുന്ന പടങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് ചെയ്ത ലെവലിലോട്ട് എത്തിയെന്ന് പറയാൻ പറ്റുന്നുണ്ട്. അറിഞ്ഞടാ, എല്ലാം ഞാൻ അറിഞ്ഞു. നീ ഭാഗ്യവാനാ. അതെ ഏതാണ്ട് അത് തന്നെ, ഏതാണ്ട് അതിനോട് നീതി പുലർത്തി എന്ന് തന്നെ പറയാൻ പറ്റും. സാധാരണ പൊതുവെ ഞാൻ മൊത്തത്തിൽ ഒരു കോമഡി എന്ന് പ്രതീക്ഷിക്കും. ഇതിലും കോമഡി ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളൊരു റോളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ചെയ്തതായിട്ടാണ് തോന്നുന്നത്. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ.